അല്ല നസീർ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇടപെട്ടോ? അത് നസീർ ഇടപെട്ടു. അതല്ല ഇടപെട്ടതല്ല. നസീർ സാറിന് ജയഭാരതി സാറിൻ്റെ നായികയാണ്. സാറിന് ഹരിബോധനം വേണം, ശ്രീമാനന്ദമേ വേണം. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷം ചേരാനൊക്കെ ഇല്ല, സമന്വയത്തിൻ്റെ ആളാണ്, പക്ഷം ചേരാനൊക്കെ ഇല്ല. അപ്പോൾ അദ്ദേഹം 77 ഇവർ തമ്മിൽ പിണങ്ങി. ഹരിപോത്തൻ പുറത്തായി. ഹരിപോത്തൻ ഭാര്യയുമായിട്ട് എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ വന്നു. ഓ അത് ശരി. അപ്പോൾ ഞാൻ ഹരിപോത്തൻ സംസാരിക്കുക രണ്ടാമത് നോക്കിയില്ല. ഞാനങ്ങനെയാണ്, ഇഷ്ടമല്ല ആണെങ്കിൽ അഭിനയിക്കാൻ അറിഞ്ഞൂടെ എനിക്ക്. ഇല്ലാത്തതുകൊണ്ട് സ്നേഹം അഭിനയിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നസീർ സാർ വന്ന് പറഞ്ഞു, തമ്പി ഒരു നിമിഷം. നസീർ സാർ തുറുപ്പുകുല എന്നുള്ള എൻ്റെ പടത്തിൽ ഷൂട്ട് നടക്കുക. പ്രൊഡ്യൂസർ ഞാൻ, ശശികുമാർ സാർ ഡയറക്ടർ, ഞാൻ പ്രൊഡ്യൂസറായിട്ടിരിക്കുക. ഞാൻ ഇടപെടുന്ന മാറിയിരിക്കുക. അപ്പോൾ നസീർ സാർ എൻ്റെ അടുത്ത് തമ്പി അപ്പോൾ ഒരു കാര്യം പറയും. നസീർ സാർ എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ. ഹരിപോത്തം വന്നിട്ട് തമ്പിയോട് സംസാരിക്കാൻ, പുള്ളി ക്ഷമ ചോദിക്കാൻ വന്നിരിക്കാൻ. തമ്പി ഇനി പിണങ്ങരുത്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ഇണങ്ങാൻ പറ്റില്ല. കാരണം ഒരു പെണ്ണിന് വേണ്ടി എൻ്റെ കൈവെട്ടിക്കളയെന്ന് പറഞ്ഞ മനുഷ്യനാണ്. എനിക്കായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സംസാരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഹരിപോത്തൻ്റെ ഭാര്യ. ഹരിപോത്തൻ്റെ ഭാര്യയും കൂടെ ഫ്ലോറിനപ്പുറത്തേക്ക് മാറി നിന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് വളരെ തെറ്റുപറ്റി, തമ്പിയോട് വളരെ മോശമായി പെരുമാറി. എൻ്റെ അടുത്ത പടത്തിൽ പാട്ടിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വേണ്ട ഹരി, നിങ്ങളുടെ പാട്ടിരുന്ന വയലാറിനോളം വലിയ എഴുത്താനല്ല ഞാൻ. നിങ്ങൾ വയലാറിനെ കൊണ്ട് തന്നെ എഴുതിച്ചാൽ മതി. ഇത് നമ്മൾ ഇതിനൊരു ഇതൊന്നും നമ്മൾ അന്നേ സംഭവിച്ചു പോയി. ഒരു കാര്യം, നമ്മളിനി ശത്രുക്കളല്ല, ഒരുപാട് മൈത്രിയുമാണ്. അങ്ങനെ പിരിഞ്ഞു. പക്ഷേ കുറച്ച് 77 ആയപ്പോൾ, 1977 ആയപ്പോൾ, അപ്പോഴും എനിക്ക് 37 വയസ്സുകളെന്ന് ഓർക്കണം. ഞാൻ ചെറുപ്പമാണ്. ഹരിക്ക് വളരെ സാമ്പത്തിക ഞെരുക്കമായി. ഒരു പടം എടുത്തേ പറ്റും. ഞാനാണെങ്കിൽ ജനിച്ചവൻ എന്നെ ആദ്യത്തെ കളർ പടം എടുക്കുകയാണ്. കാരണം ചട്ടമ്പക്കലാണ് സൂപ്പർ ഹിറ്റായി കഴിഞ്ഞാൽ തിയേറ്റർ മുഴുവനും. അപ്പോൾ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റും, ശ്രീമാനന്ദ പടത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റും തയ്യാറാണ്. ഈ ജനിച്ചെന്ന പടം റിലീസ് ചെയ്യുന്ന ദിവസം പത്മനാഭൻ ലാത്തി ചാർജ് നടന്നു ആളിനെ പിരിച്ചുവിടാൻ. അപ്പോൾ അങ്ങനെ പടം, സ്വപ്നത്തിലൊരു പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശശികുമാർ സാർ ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ ഡേറ്റ് വന്നു. ഞാൻ ഡേറ്റ് ചോദിക്കാൻ ചെപ്പോൾ നസീർ സാർ ചോദിച്ചു, തമ്പി എന്തിനാ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകുമായിരുന്നു. തമ്പിയിലെ എൻ്റെ കളർ പടമാണ് ഓർവോ. അന്ന് കള്ളിച്ചല്ലമ്മ ഓർവോയിൽ വന്ന സമയമാണ്. ഞാൻ ഓർവോ കളറാണ്, ഞാൻ ഓർവോ കളറിൽ എടുക്കുന്നതെന്ന് പറഞ്ഞു. അശോക് കുമാറാണ് ക്യാമറ. ശശികുമാർ സാർ അശോകുമാറിന് ചേർക്കുക ഞാൻ. കാരണം ഏറ്റവും ബെസ്റ്റ് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു ഇറങ്ങിയ ബെസ്റ്റ് ക്യാമറമാൻ, ഡയറക്ടർ, കൊമേഴ്ഷ്യൽ ഡയറക്ടർ, ഇവർ രണ്ടും കൂടെ വർക്ക് ചെയ്യാൻ ഇരിക്കും. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അശോക് കുമാർ ക്യാമറ. അങ്ങനെ ഒരു ദിവസം രാവിലെ ഷൂട്ട് ചെയ്യുന്നപ്പോൾ നസീർ സാർ പറഞ്ഞു, തമ്പി ഞാൻ 10 മണി വരെ ഉള്ളൂ, 6 മുതൽ 10 വരെ. അപ്പോൾ എനിക്ക് 9 മണി മുതൽ രാത്രി 9 മണി വരെ ദിവസം തന്നിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ പടം തീരുള്ളൂ. കാരണം സാധാരണ ഒരു 40 ദിവസം കൂടി തീരുന്ന എൻ്റെ 60 ദിവസമാണ്. കാരണം കളർ പടമാണ്, ഒരുപാട് കരാറ്റെ ഫൈറ്റുണ്ട്, അങ്ങനെ ഒരുപാട്. ജോളി എബ്രഹാം പാടിയ പാട്ടൊക്കെ ഉണ്ടല്ലോ. അതെ. അപ്പോൾ അതിനാണ് ആദ്യത്തെ ഹെലികോപ്റ്റർ ഫൈറ്റ് ആദ്യമായിട്ട് വെക്കുന്നത് ഞാനാണ്. പുഷ്പക് വിമാനം, ഹെലികോപ്റ്ററല്ല പുഷ്പക് വിമാനമാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഈ എയർലൈൻസിലുള്ള ആൾക്കാർ പറഞ്ഞു കുറേ കൂടെ അപകടം ഇല്ലാത്തത് പുഷ്പക്കാണ്. അതുകൊണ്ട് പുഷ്പക്ക 2 സീറ്റർ വിമാനം ഉപയോഗിച്ചു. അതിലാണ് ഫൈറ്റ്. നസീറും ജയനുമായിട്ടുള്ള ഫൈറ്റിൽ കഴിഞ്ഞാൽ. അപ്പോൾ അത്ര വളരെ ചിലവുചെടുക്കുന്ന, എനിക്ക് 37 വയസ്സുള്ള ആലോചിക്കണം. ഞാൻ ഇത്രയും പടം വാരിക്കോരി ചിലവാക്കി കടവും വാങ്ങി എടുക്കുന്ന പടമാണ്. നസീർ പറഞ്ഞു 9 മുതൽ 9 വരെ ഇല്ല, 9 മുതൽ രാവിലെ 6 മുതൽ 10 വരെ തരാം. ഞാൻ പറയുന്നത് ഹരി വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഈ സമയത്ത് വിജയശ്രീയുമായിട്ട് നസീർ സാർ ആകുന്നു. വിജയശ്രീ മരിച്ചു. ജയഭാരതി നസീർ ടീമായി, ജയഭാരതി ടീമായി. അപ്പോൾ നസീർ സാറിന് ജയഭാരതിയെ സഹായിക്കണം, ഹരിപോത്തനെ സഹായിക്കണം, ജയഭാരതിയെ സഹായിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, സാർ എൻ്റെ മനസ്സിലുള്ള പ്രേം നസീർ ഞാൻ പ്രതീക്ഷിച്ചല്ല ഇത്, നിങ്ങളെന്നെ ചതിച്ചു. 9 മുതൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെ ഷൂട്ട് ചെയ്യേണ്ടതിന് പകരം രാവിലെ 6 മണി മുതൽ 10 വരെ ഷൂട്ട് എങ്ങനെ തീരും സാർ? 6 മണിക്ക് ആരും റെഡിയാവില്ല. സാർ റെഡിയായിട്ട് മേക്കപ്പ് ഇട്ടുന്നിരിക്കും, പക്ഷേ എൻ്റെ ലൈറ്റ്മെൻ പോലും വരില്ല. അപ്പോൾ എങ്ങനെ വേണം ഷൂട്ട് തുടങ്ങാൻ 8 മണിയാവും. 2 മണിക്കൂറിൽ എന്തെടുക്കും? ഇപ്പോൾ എനിക്ക് എന്ത് നഷ്ടം വരും സാർ, എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് വിഷമത്തെ ചോദിച്ചു. അത്രയുള്ള അല്ല, വഴക്ക് എന്ന് പറഞ്ഞില്ല. ഇനി കുറേ കാലത്ത് നമുക്ക് വർക്ക് ചെയ്യണ്ട സാർ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് തൃപ്തിയായി. എനിക്ക് കുറേ കാലത്ത് സാർ എൻ്റെ പടത്തിലുണ്ടാവില്ല.
ഞാൻ പൊട്ടിത്തകർന്ന സിനിമയിൽ പോയാലും ഇല്ല, ഉണ്ടാവില്ല. അല്ല സാർ ഇത് മാറ്റിത്തരണം, പകുതി കൊടുക്കുക, പകുതി ദിവസം കൊടുക്കുക, പകുതി ഇരിക്കുക. അത് പറ്റില്ല, അപ്പം അങ്ങനെ വാക്ക് കൊടുത്ത് പോയി അങ്ങനെ നന്നാക്കി എടുക്കണം. പിന്നെ ഒരു 2 വർഷം ഞങ്ങൾ വർക്ക് ചെയ്തില്ല. വർക്ക് ചെയ്തില്ല. എൻ്റെ അടുത്തോടെ മുഴുവൻ അസുഖമായിരുന്നു.